നോച്ചെവിടെ നോച്ചെവിടെ ഫുഡാക്കി കൊടുക്കും. ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം? സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ സുഖമാണ്, അൽഹംദുലില്ലാ. അപ്പോൾ ഇതാ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. ഇത് തമിഴ്നാട്ടിൽ പോയൊരു വ്ളോഗാണ്. നമുക്ക് ട്രെയിൻ വന്നിട്ട് ആലുവയിൽ നിന്നാണ് നമ്മൾ പോണത് തിരുപ്പൂർക്കാണ് കേട്ടോ. അപ്പോൾ മോന് ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ, ബാക്കിൽ തല്ലൊടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പോയി. മോൾക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, ബാക്കിയുള്ളവർക്കൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനോട് ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ആൾ പോയിട്ടാണ്. പിന്നെ നമ്മൾ അകത്താണെങ്കിൽ കുഴപ്പമില്ല, പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ 3 പേരെയും കൂടിയിട്ട് ഒരുമിച്ച് നോക്കുകയെന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ കിടക്കണം കേട്ടോ. പിന്നെ ഇത് ആൾ വന്നപ്പോൾ നമ്മൾ വേഗം പ്ലാറ്റ്ഫോം 3ക്ക് പോവാണ് കേട്ടോ. പിന്നെ നമ്മൾ 6 മണിക്ക് ഇറങ്ങിയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സ് ഐറ്റംസുകളൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കോഴിമുട്ട പുഴുങ്ങിയിട്ട് മസാലയൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു, എരുമ്പുളിയൊക്കെ ഇട്ട്. അപ്പോൾ അതും കഴിച്ചു. പിന്നെ അതുവരെ കുഴപ്പമുണ്ടായിരുന്നില്ല. മോൾക്ക് ഇപ്പം നല്ലൊരു പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എവിടേക്കെങ്കിലും യാത്ര പോകാമെന്ന് പറയുമ്പോഴാണല്ലോ പിള്ളേർക്ക് പെട്ടെന്ന് വയ്യാണ്ടാവുക. അപ്പോൾ അതൊരു വിഷമമായി. മെഡിസിനൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റാവുമെന്ന് കരുതി. പിന്നെ ആൾക്ക് ഓക്കെ ആയിട്ടാ. പിന്നെ ഇതാ ട്രെയിൻ കാത്ത് നിൽക്കുമ്പോൾ ഒതുങ്ങി നിൽക്കില്ലല്ലോ, ആകെ സന്തോഷം കാണിക്കട്ടെ, നല്ലോണം എക്സ്പ്രസ് ചെയ്യും. സന്തോഷം എന്നുള്ള സംഭവം നല്ലോണം എക്സ്പ്രസ് ചെയ്യണം. 2ാമത്തെ മോന് സാലു. നമ്മളപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ട്രാക്കിലൊക്കെ ട്രെയിൻ വരുമ്പോൾ നമ്മുടെ ട്രെയിനാണ് കുട്ടിക്ക് ടെൻഷൻ. ഇപ്പോൾ ട്രെയിൻ വന്നിട്ട് നമ്മൾ കയറാണ്ടിരിക്കും എന്നുള്ള ടെൻഷൻ തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ട്രെയിൻ വന്ന് വേഗം തന്നെ കയറി. പിന്നെ വേഗം വിൻഡോ സീറ്റ് ഇരുന്നിട്ട് എനിക്ക് ഇങ്ങനെ കാഴ്ചകൾ കാണാൻ ഭയങ്കര ഇഷ്ടമായിട്ടാ. ഞാൻ എപ്പോഴും എനിക്ക് മറ്റുള്ള ഇതിലൊക്കെ പോണേക്കാളും കൂടുതൽ ഇഷ്ടം ഈ ട്രെയിനിൽ പോകാനാണ്. അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ നല്ല ഭംഗിയുള്ള ഇടയിൽ കൂടെ, കാട്ടിൽ കൂടി മലയുടെ ഇടയിൽ കൂടെ ഒക്കെ പോവുമല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനത് കാണാമായിരുന്നു. പക്ഷേ മക്കളും വാപ്പയും എല്ലാവരും സെറ്റ് ഉറക്കായിരുന്നു. അങ്ങനെ അവർ ഉറക്കമൊക്കെ എണീച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ ഇതാ മേലായിട്ട് കൊണ്ടേ കയറ്റിയിരുത്തിയിരിക്കണത് മറ്റേ കോഴിമുട്ടയുടെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ, അത് കൊടുത്തു. പിന്നെ നമ്മൾ കടല മിഠായി കൊടുത്തിട്ടുണ്ടായിരുന്നു, കപ്പലണ്ടി മിഠായി അത്. പിന്നെ പാലക്കാട് എത്തിയപ്പോൾ നമ്മൾ ചായ, ഉഴുന്നുവട, സമൂസ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെറിയ ചെക്കൻക്ക് ചായ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അവനക്ക് ഇപ്പോൾ ഒരാൾ പിടിച്ചു കൊടുക്കൊന്നും വേണ്ട, ആൾ തന്നെ കുടിക്കും. നമ്മളാരെങ്കിലും ചായ കുടിക്കണ കണ്ടു കഴിഞ്ഞാൽ, വെള്ളം കുടിക്കണമെങ്കിൽ അത്ര വിഷമമില്ല, ചായ കുടിക്കണ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കൊടുത്തില്ലെങ്കിൽ ഭയങ്കര വിഷമം. അത്ര ഇഷ്ടമാണ് എനിക്ക് ചായ ചെറിയ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്നാ, പക്ഷെ സമ്മതിക്കില്ല, എന്താ ചെയ്യുക. പിന്നെ പോകുമ്പോൾ നമ്മൾ കൊടുക്കണം. പിന്നെ ചെറുതായിട്ടൊക്കെ നൊസ്റ്റു അടിച്ചുവിട്ടാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഇഞ്ചി മിഠായി ഉണ്ടല്ലോ, ഇഞ്ചി മിഠായി, ജീരക മിഠായി, അങ്ങനത്തെ ഒക്കെ കാണുമ്പോഴേക്ക് ചെറുപ്പം മുതലേ വലിയ ഇഷ്ടമില്ലാത്തൊരു സാധനമാണെങ്കിൽ പോലും നമ്മളെ ചെറുപ്പകാലങ്ങൾ ഓർമ്മ വരുന്ന ഒരു സംഭവമാണ് അത് മേടിച്ചിട്ടുണ്ടായിരുന്നു അവൻ്റെ ചെറുതിൻ്റെ എക്സ്പ്രഷൻ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ട്രെയിൻ കുറേ നേരം പിടിച്ചിട്ടിട്ടൊക്കെ കണ്ടിട്ടാ പിന്നെ ട്രെയിന് എത്തിയത്. കുറേ നേരം പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തിയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തി കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കിച്ചനൊക്കെ ക്ലീൻ ആക്കി ഇട്ടു കേട്ടോ. പിന്നെയുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്ന നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമുക്ക് പരിപ്പ് ചോറും ചിക്കൻ കറി, അച്ചാറ്, പിന്നെ നെയ്ച്ചോറ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നത്. ഇവിടെ എല്ലാ സംഭവങ്ങളും സ്റ്റീൽ പാത്രത്തിലായിട്ട് വിളമ്പുക. അത് കാണാനും കഴിക്കാനും തന്നെ നല്ല രസമാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് സ്റ്റീൽ പാത്രമുണ്ട്. ചെറുതായിട്ട് മോൾക്ക് പനി കൂടി ഉണ്ടായിരുന്നിട്ട് നേരെ വെളുത്തു. ഞങ്ങൾ ഉറങ്ങാൻ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മുകളിലായിട്ട് വന്ന് കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല പനിയിട്ടാ. അപ്പോൾ മരുന്ന് ഒഴിച്ചപ്പോൾ ആൾ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അടുക്കളയിൽ വന്നിട്ട് തുള്ളി ചായ വെക്കാമെന്ന് കരുതിയിട്ട്. ആരും എണിച്ചിട്ടില്ല. സാധാരണ തമിഴ്നാട്ടിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ് പാൽച്ചായട്ട്. അവിടുത്തെ ഭയങ്കര കട്ടിയുള്ള ചായ ആയിരിക്കും, നല്ല പായസത്തുള്ളി പോലെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവരാണ് സാധാരണ എപ്പോഴും ഉണ്ടാക്കി തരാറ്. ഇപ്പം ഞാൻ എന്താ പറയുക, എണിച്ചിട്ട് പിന്നെ മോൾക്ക് വയ്യല്ലോ, വേഗം ചായ ഉണ്ടാക്കിയിട്ട് ഇത്തിരി ബിസ്ക്കറ്റ് കൂട്ടി കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. പിന്നെ ഈ ഗുളിക അങ്ങനെ കഴിക്കണതല്ലേ, അപ്പം ഇനി ഭക്ഷണം നല്ലോണം ചെല്ലണമല്ലോ. ഗ്യാസ് കയറുമ്പോൾ നമ്മൾ പാരസിറ്റമോൾ കഴിക്കുമ്പോൾ ഇനി ഗ്യാസ് കയറേണ്ട വെച്ചിട്ട് തുള്ളി ചായ ഫസ്റ്റ് കൊടുക്കുക വെച്ചിട്ടാ. അങ്ങനെ എനിക്ക് മാത്രമല്ല കേട്ടോ, ഞാൻ 2 ഗ്ലാസ് കൂടുതൽ വെച്ച് അവർ അപ്പം ചായ ഉണ്ടാക്കി കുടിക്കുന്ന ആൾക്കാരാട്ടോ. 2 ആൾക്കാണെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് കറക്റ്റായിട്ട് വെച്ചിട്ട് അങ്ങനെ കുടിക്കണവരാട്ടോ. അപ്പോൾ മോൾക്ക് ചായ ചൂടാറാൻ വെച്ചിട്ട് ഞാൻ പോയിട്ട് പുറത്ത് പോയിരുന്നിട്ട് ചായ കുടിക്കാൻ കേട്ടോ.
അപ്പത്തിനും തന്നെ നല്ല ബഹളം കേൾക്കുന്നുണ്ട് അടിയിൽ. കാരണം അവിടെ ഫുഡ് ഉണ്ടാക്കണതിൻ്റെ നമ്മൾ ഉംറയ്ക്ക് പോകണതിന് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഉംറയ്ക്ക് പോകണതിനോട് എല്ലാവർക്കും ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരു ചെറിയൊരു പരിപാടിയിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ചായ കുടിക്കണ സമയത്ത് അത്യാവശ്യം നല്ല ഫുഡ് ഉണ്ടാക്കണതിൻ്റെ പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട് അവിടെ. അതുപോലെ തന്നെ നമ്മളെ പന്തലിടലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ മോൾക്ക് ബിസ്ക്കറ്റ് കൊണ്ട് കൊടുത്തു കേട്ടോ. ചായയും ബിസ്ക്കറ്റും കൂടി കൊടുത്തു. അവൾ എണിച്ചിട്ട് അങ്ങനെ നിന്നിട്ട് 2 ബിസ്ക്കറ്റും ചായയും കൂടി കുടിച്ചു. പിന്നെ താഴെ പോയി നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പന്തലിടുന്ന തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ പന്തലിടുന്നുണ്ട്. മോളിൽ പോയി നോക്കിയപ്പോൾ എല്ലാവരും നീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കിച്ചണിൽ പോയപ്പോൾ എന്താ പറയുക ഇഡ്ഡലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഭാബി. ഇവിടെയാണ് കേട്ടോ ഇഡ്ഡലി ഉണ്ടാക്കണത്. എല്ലാവർക്കും അടിയിലുള്ളവർക്കും മുകളിലുള്ളവർക്കും എല്ലാവർക്കും ഉള്ള ഇഡ്ഡലി ഉണ്ടാക്കണത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക അടിയിൽ ഫുഡ് ഉണ്ടാക്കുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടിട്ടേ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് മോൾക്കുമ്പോൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മോൾക്ക് നല്ലോണം പനി കൂടിയിട്ട് നമ്മൾ പൊതച്ച് കിടക്കാൻ തുടങ്ങി. തണുത്ത് കുളിരെടുത്തിട്ടേ പിന്നെ കയ്യിൽ കിട്ടിയ ഐബ്രോ എടുത്തിട്ട് ആൾ മൂഡ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് കണ്ണൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആൾ മൂഡ് ശരിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് ഓരോരുത്തർ കുളിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്. ഫസ്റ്റ് തന്നെ ഞാൻ മോള് ചുടുവെള്ളം വെച്ചിട്ട് മേലേക്ക് കൊടുത്തിട്ട് അവൾ ഒരുക്കി കൊടുത്തു കേട്ടോ. പിന്നെ പുതിയ എണ്ണ ഒരുങ്ങി വന്നു. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമായിട്ടുള്ളൂ കേട്ടോ. അവളിപ്പോൾ എൻ്റെ അനിയത്തിയാണ്. പിന്നെ എൻ്റെ മോനെ ഒരുക്കി കൊടുത്തു. പിന്നെ എൻ്റെ ആങ്ങളുടെ മോള് ഇട്ടത് പാവാടയും കുപ്പായിട്ടിട്ട് നിൽക്കുന്നത്. അങ്ങനെ എല്ലാവരും ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ട് താഴെ ഞങ്ങൾ താഴത്തേക്ക് പോയി അവിടെ പോയി കുത്തിരുന്ന് സോഫയും ഇട്ടാ. പിന്നെ എല്ലാവരും നിറച്ചു ആൾക്കാരായിട്ടാ കണ്ടില്ല, ഇഷ്ടം പോലെ. പിന്നെ ആരും ഞാൻ പോസ് ചെയ്ത് അങ്ങനെ പിടിച്ചിട്ടെടുത്തിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതാ മക്കൾ ഫുഡ് കഴിക്കായിരുന്നു. വാഴയിലായിരുന്നു ഫുഡ് കേട്ടോ. അവർ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. അവർ എണിച്ചു. അവിടുന്ന് കുറച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ ചെറിയ മോനക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. ഫുഡായിട്ട് ചിക്കൻ ബിരിയാണി, ചിക്കൻ മഞ്ചൂരി, പിന്നെ ഒരു സാമ്പാർ പോലത്തെ ഒരു പച്ചക്കറി ചാറ് കേട്ടോ, കച്ചമ്പറ്, പായസമൊക്കെ ആയിരുന്നു കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അവർ പോകുന്ന എയർപോർട്ടിൽ നിന്ന് പോണ ഭാഗം ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, അസ്സലാമു അലൈക്കും.